ഹായ് അപർണ. ആ? കുറച്ച് കഷ്ടപ്പെട്ടു ഈ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കാൻ. അർജുനേട്ടൻ എന്തിനാ വന്നേ? നീ ഇങ്ങനെ ടെൻഷനാവല്ലേ? ഞാൻ ഒരു കാര്യം സംസാരിക്കാൻ വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. നീ എൻ്റെ കൂടെ വാ. ഞാൻ എവിടേക്കും ഇല്ല. എനിക്ക് ആരോടൊന്നും സംസാരിക്കാനുമില്ല. ഹേയ് അപർണ നിൽക്ക്. ഒരു 10 മിനിറ്റ് കൈവിട്. നമുക്ക് വേണമെങ്കിൽ അകത്തിരുന്ന് സംസാരിക്കാം. വിട്. ഒരു 10 മിനിറ്റ് അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. നീ എന്തിനാണ് വെറുതെ ഷോ ഇറക്കുന്നത്? ഒന്ന് പൊട്ടിച്ചിട്ട് എനിക്ക് വിളിച്ചോണ്ട് പോകാൻ അറിയാഞ്ഞിട്ടല്ല. എന്നെ ശരിക്കും അറിയാലോ നിനക്ക്. വെറുതെ അവരുടെ മുമ്പിൽ ഒരു ഷോ ഇറക്കണം. വാ. അർജുനേട്ടൻ വാ, വീട്ടിലിരുന്ന് സംസാരിക്കാം. അപ്പൊ ഇതാണല്ലേ അവളുടെ എക്സ് ഹസ്ബൻഡ് അർജുനേട്ടൻ. എക്സ് ഹസ്ബൻഡ് ആയിട്ടില്ല, ഡിവോഴ്സ് നടക്കുന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും നല്ലൊരു മനുഷ്യൻ. എന്തും മാന്യോട്ട് അയാൾ നമ്മളോട് സംസാരിച്ചേ അല്ലേ? എന്നാലും എന്തിനായിരിക്കും ഒരു ഡിവോഴ്സ് ചെയ്യുന്നത്? ഇനി അവളുടെ വല്ല പ്രശ്നമാണോ? എന്തൊരു ദുഷിപ്പാണ്. ചില അമ്മായിമാരെക്കാട്ടിലും കഷ്ടമാണ് അതിന്റെ കാര്യം. എന്ത്? എടാ അതിപ്പോ അവർക്ക് രണ്ടുപേർക്ക് ഒത്തുപോകാൻ പറ്റിയില്ല, അതുകൊണ്ട് സെപ്പറേറ്റഡ് ആയി. അതിപ്പോ ഒരാളുടെ പ്രശ്നമാണെന്നുണ്ടോ? ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോണേ? ചേട്ടാ ഞാൻ ഒരു ആത്മകഥാഗതം പറഞ്ഞല്ലേ, നീ എന്തിനാ അതിന് മറുപടി പറയണേ? നീ ഇത്ര ഉച്ചത്തിലാണ് ആത്മകഥാഗതം പറയുന്നത്. അല്ലെങ്കിൽ നിനക്കിത് പണ്ടേ ഉള്ളതാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണ ഈ സ്വഭാവം. ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞല്ലേ, പിന്നെ പുള്ളിനെ നീയും കണ്ടതല്ലേ, നല്ലൊരു ചെറുപ്പക്കാരൻ. അവരമ്മീ കാണാൻ നല്ല ചേർച്ചയുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ ഡിവോഴ്സ് ചെയ്യണമെന്ന് നമുക്ക് തോന്നൂലേ? മനുഷ്യനല്ലേ, നിനക്ക് തോന്നാറില്ലേ? എനിക്കങ്ങ് തോന്നിയിട്ടില്ല. എടാ മനുഷ്യന്മാരുടെ കാര്യമാണ്, ശരിക്കും അടുത്തറിഞ്ഞാലേ ഒരാളുടെ സ്വഭാവം മനസ്സിലാവുള്ളൂ. അത് തന്നെ ഞാനും പറയണേ. എന്ത്? അടുത്തറിഞ്ഞാലേ അറിയുള്ളൂ. എന്താ ആ അർജുൻ ബ്രോ പോവാണോ? ഡിവോഴ്സ് ഒക്കെ നടക്കണല്ലേ, ടെൻഷൻ ഉണ്ടാവും. ഉണ്ടാവും.